ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ ബിരിയാണി. നമ്മുടെ എല്ലാവരുടെയും സ്വന്തം അഹങ്കാരമായ കപ്പ ബിരിയാണി ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായി 1 കിലോ കപ്പ, 1.5 കിലോ എല്ല്, നെയ്യും ഉള്ള കുറച്ച് ബീഫ്. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ ഞാനിവിടെ ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെല്ലാം ചേർത്ത് ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും, സവാള 1/2 സവാള, പിന്നെ നമ്മുടെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 4 പച്ചമുളക്, ഇതെല്ലാം അരിഞ്ഞത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂട്ടി ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം 1/2 ഗ്ലാസ് വാട്ടർ അതിലേക്ക് ഒഴിച്ച് നമുക്കൊരു 3 വിസിൽ വരെ നമുക്കിത് കുക്ക് ചെയ്ത് പ്രഷർ കുക്കറിൽ നമുക്ക് ചെയ്യാം. അപ്പോഴേക്കും അതിലേക്ക് ആവശ്യമായ മസാല എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഫ്രൈ പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് 1.5 സ്പൂൺ മല്ലി, ഉണക്കമല്ലി, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പിന്നെ നമ്മുടെ ജാതിപത്രി കുറച്ച്, നമ്മുടെ ഉണക്ക മുളക്, ഇതെല്ലാം എടുത്ത് വറുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കുക. 1.5 സ്പൂൺ കുരുമുളക് പൊടി, അത് ഇപ്പം തന്നെ ഒരുപാട് ക്രഷ് ചെയ്യരുത് കുരുമുളക് പൊടി. ഇപ്പം നമ്മുടെ ബീഫ് ഏകദേശം വെന്തു. ഇതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, സവാള, പച്ചമുളക്, ഇതെല്ലാം ചതച്ച് മാറ്റി വയ്ക്കുക. ഒരു 1.5 സവാളയാണ് ഞാനതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇത് അവസാനം നമുക്ക് ചേർക്കാനായിട്ടാണ്. ഈ വെന്ത ബീഫിലേക്ക് നമ്മൾ ഈ കപ്പയെല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർക്കുക. ഒത്തിരി ഉപ്പിടേണ്ട ആവശ്യമില്ല. ഉപ്പ് നോക്കിയിട്ട് പിന്നെ നമുക്ക് അതിൽ ചേർക്കാവുന്നതാണ്. എന്നിട്ട് പ്രഷർ കുക്കർ വീണ്ടും ഇതിലേക്ക് കറി മസാല ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചാണ് ആ മസാലപ്പൊടി ഇതിലേക്ക് ചേർക്കാം. കല്ലുപ്പാണ് ഇത് ഇട്ടണത്. എന്നിട്ട് നമുക്കിത് കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരെ ചെയ്യാം. ഒത്തിരി കപ്പ ബാക്കി വന്നത് നമ്മളിതെല്ലാം നമുക്ക് പിന്നീടത്തേക്ക് ആവശ്യത്തിന് നമുക്കിതുപോലെ ഒരു തുണിയിൽ കഴുകി വൃത്തിയാക്കി തുടച്ച് നമുക്കിതിൽ കുറച്ച് നേരം 5-10 മിനിറ്റ് നമുക്കിതുപോലെ ഉണക്കാൻ വെച്ചിട്ട് ഒരു റീസീലബിൾ ബാഗിലേക്ക് നമുക്ക് മാറ്റി സിപ്പ് ലോക്ക് കവറിലാക്കി നമുക്ക് ഫ്രീസറിൽ എത്ര കാലം വരെ വേണമെങ്കിലും സൂക്ഷിക്കാം. ഇതുപോലെ നമുക്ക് പച്ചമുളക്, വേപ്പില ഇതെല്ലാം ഫ്രീസറിൽ സൂക്ഷിക്കാം ഇതുപോലെ സാധിക്കും. അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് കോക്കനട്ട് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിലേക്ക് ഫ്രൈ പാൻ ചൂടാക്കി ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ചൂടായി വരുമ്പോൾ ഈ കോക്കനട്ടും മൊരിയുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഉരുളി എടുത്ത് അതിലേക്ക് 1.5 സ്പൂൺ വെളിച്ചെണ്ണ, ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 4 വറ്റൽമുളക് നുറുക്കിയിടുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കഴുകി വെച്ച കറിവേപ്പില ഒരു പിടിയിടാം. ഇത് ഏകദേശം മുരിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇതെല്ലാം ചോപ്പറിലിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ചതയ്ക്കുമ്പോഴായിരിക്കും എല്ലാത്തിനും ഇത്തിരി ടേസ്റ്റ് കൂടുക. ഇതൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ ഒന്ന് അരികുവശത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കൊരു സെൻറ്ററിലായിട്ട് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഞാൻ ഉണ്ടാക്കി വെച്ചാണ് 1.5 സ്പൂൺ കറി മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതാണ് ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാണ് ആ കറി മസാല ഞാൻ പറഞ്ഞത്. ഇത് അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂടിയും ഈ റോസ്റ്റ് ചെയ്ത കോക്കനട്ട് ചേർത്തതിന് ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നുകൂടി നന്നായി യോജിപ്പിക്കാം. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ ഈ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കപ്പയും ബീഫും നമുക്ക് ചൂടോടുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഏകദേശം മുരിഞ്ഞു തുടങ്ങി. എന്നിട്ട് നമുക്ക് ഈ കപ്പയും ബീഫും മിക്സ് നമുക്കിതിലേക്ക് ചേർക്കാം. എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. കപ്പയും വെന്തിട്ടുണ്ട്, ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിക്കുക. നല്ല ചൂടാണ്. 2 വലിയ തവി ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ആ മസാലപ്പൊടി കുറച്ചായിട്ടാണ് ഞാൻ പല സമയത്താണ് ഇത് ചേർത്തിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഏത് ഭക്ഷണവും നമുക്ക് ഇച്ചിരി ഫ്ലെയിം കുറച്ചും കൂട്ടിയും വെക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക. ഒത്തിരി ഫ്ലെയിമിൽ ആദ്യം തന്നെ വെക്കരുത്. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത കോക്കനട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ.
അപ്പോൾ ഈ കറി മസാല അവസാനം ഇച്ചിരിയും കൂടി ഇടും. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതങ്ങനെ ചേർക്കുന്നത്. എല്ലാം നന്നായി യോജിച്ച് കഴിഞ്ഞു. കപ്പയും ബീഫും നന്നായി മിക്സായി. ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ഒനിയനും കുറച്ച് കഴുകി വെച്ച കറിവേപ്പിലയും ഞാൻ ഇതിലേക്ക് ചേർത്തു. പിന്നെ അതിലേക്ക് ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതിലിപ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ നേരത്തെ ചെയ്തതുകൊണ്ട് നമുക്ക് ഇനി ഓയിലിൻ്റെ ആവശ്യമില്ല. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോഴായാലും വേറൊരു പ്ലേറ്റിലേക്ക് അപ്പം നമുക്ക് ഇച്ചിരി ബീഫ് ഈ കപ്പ ബിരിയാണി എടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് ഒനിയനിട്ട് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുരുമുളക് പൊടി 1.5 സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. അധികം ഇച്ചിരി ക്രഷ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തിരുന്നത്. ഒരുപാട് പൊടിക്കരുത്, അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ അങ്ങോട്ട് നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഒരു ഇച്ചിരി പൊടിച്ച് ഉള്ളൊരു കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നന്നായി വെന്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതെല്ലാം നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് കപ്പയും ബീഫും കൂടി നന്നായി യോജിക്കുമ്പോഴാണ് അതിൻ്റെ കപ്പ ബിരിയാണി എന്നുള്ളൊരു പേര് വരുന്നത്. അപ്പോൾ ഡൺ, കഴിഞ്ഞു. ഇത്രയുള്ള പടി. അപ്പോൾ നമ്മുടെ സെർവ് ചെയ്ത പ്ലേറ്റിലേക്ക് ഞാനൊരു പച്ചമുളക് കീറിയിട്ട് അതൊക്കെ ഒന്ന് കുത്തിവെച്ച് ഞാനത് സെർവ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നതുവരെ